77ാമത് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ദിവസം കടന്നുപോയി. എല്ലാ വർഷവും നടക്കുന്നത് പോലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ, പരേഡുകൾ, കലാപരിപാടികൾ, സൈന്യത്തിന്റെ സാഹസികമായ അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയവയെല്ലാം എല്ലാ പ്രാവശ്യവും പോലെ ഇപ്രാവശ്യവും ഭംഗിയായി നടന്നു. കഴിഞ്ഞ 76 റിപ്പബ്ലിക് ദിനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ എന്ന പുരസ്കാരം ഇന്ത്യയിൽ ആകെ 5 മാർക്ക് ലഭിച്ചതിൽ അതിൽ 4 പേരും മലയാളികളാണ് എന്നുള്ളതാണ്. ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ KT തോമസ്, ശ്രീമതി N രാജൻ, ശ്രീ P നാരായണൻ എന്നിവർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചവരിൽ മലയാളത്തിലെ മുൻനിര സിനിമാ താരമായ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. മമ്മൂട്ടിക്കാവട്ടെ ഇതിനു മുമ്പ് തന്നെ പത്മഭൂഷൺ പുരസ്കാരത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരുന്നതാണ്. എന്നാൽ പല കാരണങ്ങളാൽ അത് മുൻകാലങ്ങളിൽ കിട്ടാതെ വരികയാണ് ചെയ്തത്. എന്നാൽ ഇപ്രാവശ്യം അത് നിറവേറ്റിയിരിക്കുന്നു. പത്മവിഭൂഷൺ ലഭിച്ചതിൽ ഒരു ചെറിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ശ്രീ VS അച്യുതാനന്ദന് മരണാനന്തരം ലഭിച്ച പുരസ്കാരത്തെ കുറിച്ചാണ്. ഇതിനു മുമ്പ് CPM-ന്റെ പല നേതാക്കൾക്കും പത്മഭൂഷണും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബാസുവിന് ഭാരത രത്നവും കൊടുക്കാൻ തീരുമാനിക്കുകയും അതെല്ലാം അവരവർ നിരസിക്കുകയാണ് ചെയ്തത്. EMSന് പത്മവിഭൂഷൺ കൊടുക്കാൻ തീരുമാനിച്ചു, അദ്ദേഹം അത് നിരസിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ജ്യോതി ബാസുവിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിച്ചു, അദ്ദേഹം അത് നിരസിച്ചു. CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർഷൻ സിംഗ് സുർജിത്തിന് പത്മഭൂഷൺ കൊടുക്കാൻ നിശ്ചയിച്ചു, അദ്ദേഹം അത് നിരസിച്ചു. ആ നിരസിക്കുന്നതിനൊക്കെ കാരണമായി അവർ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്, പൊതുപ്രവർത്തനത്തിന് ഒരു സർക്കാരിന്റെ പുരസ്കാരത്തിന്റെ ആവശ്യമില്ല എന്നാണ്. എന്നാൽ ഇപ്രാവശ്യം പത്മവിഭൂഷൺ പുരസ്കാരം ശ്രീ VSന് മരണാനന്തര ബഹുമതിയായി ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അതിനെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPIM-നെ ചെറിയ നിലയിൽ ആശയക്കുഴപ്പത്തിലാക്കി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തിന്റെ കുടുംബം സ്വാഗതം ചെയ്ത സാഹചര്യത്തിൽ
പാർട്ടിക്ക് അത് സ്വാഗതം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പാർട്ടിയും സ്വാഗതം ചെയ്യും. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ, ആരോഗ്യവാനായി ജീവിച്ചിരുന്നപ്പോഴാണ് പത്മവിഭൂഷൺ VS നൽകാൻ തീരുമാനിച്ചതെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അത് മറ്റുള്ളവരെ പോലെ EMSന്റെയും സുർജിത്തിന്റെയും നിർമ്മൽ ചക്രവർത്തിയുടെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും ജ്യോതി ബാസുവിന്റെയും ഒക്കെ പാദം സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ഒന്ന് രസിക്കുമായിരുന്നിരിക്കാം. എന്തായാലും ഈ റിപ്പബ്ലിക് ദിനത്തിൽ, 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു സമര നേതാവിന്റെ ചിത്രം ജ്വലിച്ചു നിന്ന ചിത്രമായി ജ്വലിച്ചു നിന്ന ശ്രീ VSന് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് മലയാളത്തിന് ലഭിച്ച, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ലഭിച്ച രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ പൊതുപ്രവർത്തകർക്ക് ലഭിച്ച ഒരു മഹാ പുരസ്കാരമായിട്ടാണ് അതിനെ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് റിപ്പബ്ലിക് ദിനം കടന്നുപോയത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിൽക്കുന്ന സാഹചര്യം, നിയമസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങളിലെല്ലാം രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാറിയ ശബരിമല സ്വർണ്ണ കവർച്ച, അതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കൾ, പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇനി പലരെയും ചോദ്യം ചെയ്യാനിരിക്കുന്നു. ഇതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും ഇതെല്ലാം ബാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആശങ്കകളുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയം ആർക്കാണെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ കരുത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരസ്യമായും രഹസ്യമായും തുടങ്ങിക്കഴിഞ്ഞു. മറ്റെല്ലായ്പ്പോഴും എന്ന പോലെ ഇപ്രാവശ്യം പണത്തിന്റെ കൊഴുപ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുകയും അത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് റിപ്പബ്ലിക് ദിനം കടന്നുപോയത്. ആ റിപ്പബ്ലിക് ദിന ആഘോഷം അതെല്ലാം കഴിയുന്നതും പരമാവധി സമാധാനപരമായിട്ട് തന്നെ അവസാനിച്ചു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ദിവസങ്ങളാണ്. അതും സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടക്കട്ടെ, അല്ലെങ്കിൽ നടക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ ആർക്കായിരിക്കും ഭരണം ലഭിക്കുക എന്ന കാര്യത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണോ അധികാരത്തിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണോ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ
നാളിതുവരെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് എത്ര നിയമസഭാ സീറ്റ് ലഭിക്കും എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഈ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ പ്രവർത്തനമായി, തിരഞ്ഞെടുപ്പ് പ്രവർത്തനമായി, അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില കൊഴിഞ്ഞുപോക്കുകൾ, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ഭിന്നതകൾ, സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം, അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ, അതെല്ലാം ഒരു രാഷ്ട്രീയ നാടകം എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ മാറി മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അത് അതിൻ്റെതായ രീതിയിൽ പുരോഗമിക്കട്ടെ. ആർക്കായിരിക്കും അധികാരം കിട്ടുക എന്നുള്ളത് നോക്കിയിരുന്ന് കാണാം.